പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിദ്വേഷം നശിപ്പിക്കും എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുലിഖിതം, അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വർഷങ്ങളായി ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുമായി മല്ലടിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ കിടക്കുന്ന സകല തരത്തിലുള്ള വൈരാഗ്യ പ്രകൃതിയെയും അവിടുന്ന് കഴുകണമേ, സൗഖ്യപ്പെടുത്തണമേ. പ്രതികാര സ്വഭാവത്തെ അവിടുന്ന് കഴുകണമേ, സുഖപ്പെടുത്തണമേ. ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ആത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, മരണകരമായ വെറുപ്പ്, മരണകരമായ വൈരാഗ്യം, ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് വിടുതലിലേക്ക് വരാൻ ഓരോ മകനെയും മകളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെറുപ്പിൻ്റെ നിത്യബന്ധനത്തിൽ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന ഓരോ മകനും മകളും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അരൂപികളെയും ശക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ വേദപുസ്തകം ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു സ്വർഗീയ ദൂതാണ് വിദ്വേഷം നശിപ്പിക്കും എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെ തകർച്ച ഇതാ ദൈവത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകങ്ങളും
അതുപോലെ വേദപുസ്തകത്തിൽ നിരവധി പുസ്തകങ്ങൾ, ദിനവൃത്താന്ത പുസ്തകങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ തകർച്ചയും യൂദയ രാജ്യത്തിൻ്റെ തകർച്ചയുമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഈ രണ്ട് രാജ്യങ്ങളുടെ തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? പരസ്പരമുണ്ടായിരുന്ന വിദ്വേഷം രണ്ട് രാജ്യങ്ങളെയും ദുർബലമാക്കി നശിപ്പിച്ചു കളഞ്ഞു. സോളമൻ്റെ കാലം വരെ ഇസ്രായേൽ രാജ്യം വലിയ ഔന്നത്യത്തിൽ ഇരിക്കുകയായിരുന്നു. സുവർണകാലം ആയിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ദാവീദിൻ്റെയും സോളമൻ്റെയും കാലഘട്ടം. തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും സോളമൻ ശേഖരിച്ചു കൂട്ടി. ജെറൂസലേം ദേവാലയം പണിതുയർത്തി. എന്നാൽ സോളമൻ്റെ മരണശേഷം BC 931 മുതൽ പിൻഗാമികളുടെ കാലഘട്ടമായി. സോളമന് ശേഷം ഇസ്രായേൽ രാജ്യത്തിൽ ഏതാണ്ട് 18ഓളം ഇസ്രായേൽ രാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുണ്ട്. യൂദയ രാജ്യത്തും സോളമന് ശേഷം നിരവധി രാജാക്കന്മാർ ഭരണത്തിലേറി. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യേകത, ഈ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലായിരുന്നു. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പകവെച്ച് പുലർത്തിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ രാജാക്കന്മാരും യൂദയ രാജാക്കന്മാരും തമ്മിൽ തമ്മിൽ സംശയിച്ചു, തമ്മിൽ തമ്മിൽ പക പുലർത്തി, തമ്മിൽ തമ്മിൽ വിദ്വേഷം പുലർത്തി, തമ്മിൽ തമ്മിൽ വെറുപ്പിൻ്റെ ചിന്തകൾ പുലർത്തിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഫലത്തിൽ സംഭവിച്ചത്? രണ്ട് രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. BC 721 ഇസ്രായേൽ രാജ്യം ലോക ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. BC 587 യൂദയ രാജ്യവും ലോക ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. പിന്നീട് ആ രണ്ട് രാജ്യങ്ങൾ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 1948 ബ്രിട്ടീഷുകാരുടെ പ്രത്യേകമായ ഇടപെടൽ നിമിത്തമാണ് പിന്നീട് ഇസ്രായേൽ ലോകത്തിൽ ഉദയം ചെയ്യുന്നത്. നോക്കുക, ദീർഘ നൂറ്റാണ്ടുകൾ, പതിറ്റാണ്ടുകൾ ലോകത്തിൽ ഈ രാജ്യങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടു. യഹൂദജനം പ്രവാസികളായി രാജ്യമെങ്ങും എല്ലാ രാജ്യങ്ങളിലേക്കും പോകേണ്ടി വന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കൊടിപ്പക അത് രണ്ട് രാജ്യങ്ങളെയും ഛിന്ന ഭിന്നമാക്കി നശിപ്പിച്ചു കളഞ്ഞു. എനിക്ക് പരിചയമുള്ളൊരു കുടുംബമുണ്ട്. നല്ല സാമ്പത്തികമായി നല്ല സ്ഥിതിയിലൊരു കുടുംബം. അപ്പൻ മരിക്കുന്ന കാലത്ത് ആ പ്രദേശത്തേക്ക് വെച്ച് സ്ഥിതിയിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന കുടുംബമായിരുന്നു. അപ്പൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാൺമക്കളാണ് കുടുംബത്തിലുണ്ടായിരുന്നത്. ഈ രണ്ടാൺമക്കളും തമ്മിൽ പൊരുത്തക്കേടുകൾ ആരംഭിച്ചു. തമ്മിൽ സംസാരം നിലച്ചു. രണ്ടുപേർക്ക് അവരവരുടെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാരുടെ വാക്കുകൾ വേദവാക്യങ്ങളായി. ബന്ധുക്കളുടെയോ ഉറ്റവരുടെയോ ഉപദേശങ്ങൾ സ്വീകാര്യമല്ലാതായി മാറി. ചേട്ടനും അനുജനും തമ്മിൽ മിണ്ടാതെയായി. അനുജൻ ഭവനത്തിൽ കയറാതായി. രണ്ട് കുടുംബങ്ങളിലും സാമ്പത്തിക തകർച്ച, സമാധാനം ഇല്ലാതെയായി. വലിയ തകർച്ച രണ്ടുപേരെയും തകർത്ത് തരിപ്പണമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലത്ത് വലിയ സ്ഥിതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബം. എന്നാൽ ഈ രണ്ട് മക്കൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷത്തോടെ ഹൃദയത്തിൽ പകവെച്ച് പുലർത്താൻ തുടങ്ങിയപ്പോൾ ഇതാ കുടുംബം നശിച്ചു നാമാവശേഷമായി. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതിനെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് മേഖലകൾ നമുക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ കാണുന്ന ആഹാബിൻ്റെ ചരിത്രം. ആഹാബ് ജസബൽ ദമ്പതികൾ ഇസ്രായേൽ രാജ്യത്തിലെ മുടിചൂട മന്നന്മാരായ രാജാവ് അങ്ങനെ വിലസുകയാണ്. അപ്പോഴാണ് ഇതാ ആഹാബിനും ജസബലിനും ദഹിക്കാത്തൊരു വ്യക്തി ആ രാജ്യത്ത് ഉയർന്നു വന്നു. ആ വ്യക്തിയുടെ പേരാണ് ഏലിയ. ജസബലിന് ഏലിയായോട് ഒടുങ്ങാത്ത പക, ആഹാബിനും ഹൃദയത്തിൽ ഏലിയായോട് പക. ഈ രാജാവും രാജ്ഞിയും അവർക്ക് എന്തൊക്കെ നന്മയുണ്ടെങ്കിലും, അവർക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ, അവരുടെ കണ്ണിൽ ഏലിയ ഒരു കരടായി മാറി. ഏലിയായോട് അവർക്ക് ഒടുങ്ങാത്ത പകയുണ്ടായി. എങ്ങനെയെങ്കിലും ഏലിയയുടെ ജീവൻ നശിപ്പിക്കണം എന്നായി ഇവരുടെ ചിന്ത. എന്താ ഫലത്തിൽ സംഭവിച്ചത്? ജസബലും
ആഹാബും തകർന്നു തരിപ്പണമായി. ആഹാബ് യുദ്ധത്തിൽ ദയനീയമായി പരാജയപ്പെട്ട്, ആഹാബ് രഥത്തിൽ വെച്ച് വധിക്കപ്പെട്ട്, ആഹാബിൻ്റെ രക്തം വാർന്നൊഴുകി, ആ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു, ആ രക്തം ഒഴുകിയിറങ്ങി വെള്ളത്തിൽ വേശികൾ മുങ്ങിക്കുളിച്ചു. ആഹാബ് ദയനീയമായി ദാരുണമായി വധിക്കപ്പെട്ടു. അവൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പാപങ്ങൾ പെരുകി. വിഗ്രഹാരാധനയ്ക്ക് അവൻ പരക്കം പാഞ്ഞ്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി അവൻ്റെ ഹൃദയം ഒരു കൊച്ചു കുട്ടിയുടെ ഹൃദയം പോലെ ശാഠ്യം പിടിച്ച് ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. വേറെ വാക്കി പറഞ്ഞാൽ, ഇസ്രായേലിൽ ഭരണം ചെയ്ത 18 രാജാക്കന്മാരിൽ ആഹാബ് രാജാവാണ്. ആഹാബ് രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോയത്. അതുപോലെ തകർന്ന ഒരു ജീവിതമായിരുന്നു ആഹാബിൻ്റെയും ജസബലിൻ്റെയും ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഹൃദയത്തിൽ ഏലിയായോട് കടുത്ത പക വെച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആരുടെ ഹൃദയത്തിലാണോ പകയിരിക്കുന്നത്, അവരെ ആ പക നശിപ്പിച്ചു കളയും. ആഹാബും ജസബലും ഏലിയായോട് പക വെച്ചുകൊണ്ടിരുന്നു. ആഹാബിനെയും ജസബലിനെയും ആ പക നശിപ്പിച്ച് നാമാവശേഷമാക്കി. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഇങ്ങനെയാണ്: ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിനു മുമ്പ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. നോക്കുക, ഏലിയായെ കൊല്ലാനുള്ള ദേഷ്യം, ഏലിയായെ കൊല്ലാനുള്ള പക ആഹാബിൻ്റെ ജസബലിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പക്ഷേ ഹൃദയത്തിൽ തിരിച്ച് പകയില്ലാതിരുന്ന ഏലിയായെ അവർക്ക് നശിപ്പിക്കാൻ കഴിയുന്നില്ല. ഏലിയ അടിക്കടി വിജയം പ്രാപിക്കുന്ന രംഗമാണ് കാണുന്നത്. കാരണം ഏലിയയുടെ ഹൃദയത്തിൽ പകയില്ല, ഏലിയയുടെ ഹൃദയത്തിൽ വെറുപ്പില്ല. വീണ്ടും ബൈബിളിൽ മറ്റൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. സാവൂളും ദാവീദിനോട് സാവൂളിന് കടുത്ത പക, അവനെ കൊല്ലാനുള്ള ദേഷ്യം സാവൂളിൻ്റെ ഹൃദയത്തിൽ ദാവീദിനോടുണ്ടായിരുന്നു. എന്നാൽ ദാവീദിനാകട്ടെ തിരിച്ച് സ്നേഹം മാത്രം. സാവൂളിനെ കൊല്ലാനുള്ള പല അവസരങ്ങൾ ദാവീദിന് വീണ് കിട്ടി. പക്ഷേ ദാവീദ് സാവൂളിനെ തൊട്ടില്ല, ഉപദ്രവിച്ചില്ല. എന്നാൽ സാവൂളാകട്ടെ ദാവീദിനെ കൊല്ലാൻ കിട്ടിയ അവസരങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അവനെ കൊല്ലാൻ വേണ്ടി ഭ്രാന്ത് പിടിച്ചവനെ പോലെ ദാവീദിന് പിന്നാലെ സാവൂള് പരക്കം പാഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ നശിച്ചത്? സാവൂളിൻ്റെ കുടുംബം അടിക്കടി ക്ഷയിച്ചു വന്നു. സാവൂള് നശിച്ചു നാമാവശേഷമായി. അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ട്, അവൻ്റെ പാപം പെരുകി, അവൻ്റെ രാജ്യം നഷ്ടപ്പെട്ട്, അവൻ്റെ പിൻതലമുറകൾ പോലും ദുർബലമായി പോയി. അവൻ്റെ പിൻതലമുറകൾ രാജ്യം ഭരിക്കേണ്ടതായിരുന്നു. ആ പിൻതലമുറകൾക്ക് രാജ്യം നഷ്ടപ്പെട്ട്. എന്താ കാരണം? അപ്പൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് സാവൂളിൻ്റെ ജീവിതത്തിൽ അവൻ വെച്ചു പുലർത്തിയ കടുത്ത പക. ദാവീദിനോട് സാവൂള് പക പുലർത്തിക്കൊണ്ടിരുന്നു. അത് സാവൂളിനെ നശിപ്പിച്ച് നാമാവശേഷമാക്കി. ദാവീദിന് സാവൂളിനോട് പകയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൻ അടിക്കടി ഉയർന്നു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാവൂളിൻ്റെ പകയുടെ പ്രത്യാഘാതങ്ങൾ, സാവൂളിൻ്റെ ഹൃദയത്തിൽ എരിയുന്ന പകയുടെ പ്രത്യാഘാതങ്ങൾ ദാവീദ് അനുദിനം അനുഭവിച്ചു. പക്ഷേ ദാവീദ് തിരിച്ച് പക കാണിച്ചില്ല, ദാവീദ് തിരിച്ച് കോപം കാണിച്ചില്ല, ദാവീദ് തിരിച്ച് പകരം വീട്ടാൻ നിന്നില്ല, ദാവീദ് തിരിച്ച് പാഠം പഠിപ്പിക്കാൻ നിന്നില്ല. അവൻ സാവൂളിൻ്റെ പകയുടെ പരിണതഫലമായി വന്ന എല്ലാ കഷ്ടങ്ങളും അവൻ ഏറ്റെടുത്ത്, അവൻ സാവൂളിന് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പ്രാർത്ഥിച്ച്. അതുകൊണ്ട് ദാവീദ് ഉയർന്നു വന്ന്, സാവൂളോ അടിക്കടി ക്ഷയിച്ച് പോയി. സാവൂളിൻ്റെ കുടുംബവും ക്ഷയിച്ച് പോയി. ബൈബിളിൽ മറ്റൊരു രംഗം നമ്മൾ കാണുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തിലാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് മൊർദെഖായി എന്ന് പറയുന്ന ദൈവത്തിന് പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അഹസ്വേരൂസ് രാജാവ് ഹാമാൻ എന്നൊരു വ്യക്തിയെ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തേക്ക് ഉയർത്തി. അപ്പോൾ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരെല്ലാം ഹാമാനെ ചെന്ന് താണു വണങ്ങി കുമ്പിട്ട് ആരാധിച്ച്. എന്നാൽ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദൻ ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു. മൊർദെഖായി ഒരു മനുഷ്യനെയും വണങ്ങാൻ കൂട്ടാക്കാത്തവനാണ്. അവൻ സത്യദൈവത്തെ ആരാധിക്കുന്നവനാണ്. അവൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനെയും വണങ്ങുകയില്ല, ഞാനൊരു മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുകയില്ല. ഈ ഹാമാന് മൊർദെഖായിയോട് കടുത്ത പകയുണ്ടായി. നോക്കുക, ഈ ഹാമാനെ സംബന്ധിച്ച്
അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് പരമോന്നതമായ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. രാജാവ് കഴിഞ്ഞാൽ രാജ്യത്ത് അടുത്ത സ്ഥാനം ഹാമാനാണ്. അവന് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര അത്ര ദൈവം അവനെ ഉയർത്തി. പക്ഷേ ഇപ്പോൾ അവൻ്റെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അവൻ്റെ ഹൃദയത്തിൽ മൊർദെഖായി എന്ന് പറഞ്ഞ ആളോടുള്ള പക എരിയുകയാണ്, പക കത്തിപ്പുകയുകയാണ്. അങ്ങനെ പക കൊണ്ട് പുകയുന്ന, വൈരാഗ്യം പുകയുന്ന ഒരു ഹൃദയവുമായിട്ടാണ് അവൻ നടക്കുന്നത്, നീറുന്ന ഹൃദയവുമായിട്ട് അവൻ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാമാൻ മൊർദെഖായിയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മൊർദെഖായി എന്നോട് കാണിക്കുന്ന ഈ അനാദരവിന് മൊർദെഖായിയെ മാത്രം ശിക്ഷിച്ചാൽ പോരാ, മൊർദെഖായിയെയും അവൻ്റെ വംശം മുഴുവനെയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണം എന്ന് പകപ്പൂണ്ട ഹാമാൻ വിചാരിക്കുകയാണ്. എന്താ ചെയ്യണത്? ഇവനിങ്ങനെ ആകുലപ്പെട്ട് നടക്കുകയാണ്, ഇവരിങ്ങനെ വ്യഗ്രതപ്പെട്ട് നടക്കുകയാണ്. നീറുന്ന ഹൃദയത്തോടെ കാലുവന്ന പട്ടിയെപ്പോലെ അവനെങ്ങനെ വേദനിച്ച് നടക്കുകയാണ്. ഹാമാൻ്റെ ഈ വേദന കണ്ടപ്പോൾ, ഹാമാൻ്റെ ഈ ഭാരം കണ്ടപ്പോൾ, ഹൃദയത്തിൽ പുകയുന്ന നാമാനെ കണ്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ പ്രശ്നം? അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പ്രതികാരത്തോടെ, പകബുദ്ധിയോടെ മൊർദെഖായിയുടെ നാശത്തിനുള്ള വഴികൾ ഒരുക്കുകയാണ്. ഹാമാൻ്റെ വീട്ടിൽ 50 മുഴം ഉയരമുള്ള ഒരു വലിയ കഴുമരം ഉണ്ടാക്കിയിട്ട് ആ കഴുമരത്തിൽ മൊർദെഖായിയെ കെട്ടിത്തൂക്കാനുള്ള നടപടികളാണ് അവൻ ആരംഭിക്കുന്നത്. അതിനുള്ള അധികാരപത്രവും അതിനുള്ള മറ്റെല്ലാ കാര്യങ്ങളും അവൻ ക്രമീകരിക്കുകയാണ്. എന്തായാലും മൊർദെഖായി തിരിച്ച് അവൻ ഹാമാനെ വെറുക്കുന്നില്ല. മൊർദെഖായി പറയുന്ന കാര്യമുണ്ട്: ദൈവത്തിൻ്റെ സഭയ്ക്കും ദൈവത്തിൻ്റെ ജനത്തിന് ഉപകാരമെങ്കിൽ ഹാമാൻ്റെ ഉള്ളംകാലിലെ പൊടി നക്കാൻ പോലും ഞാൻ തയ്യാറാണ്. പക്ഷേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിട്ട് ഞാൻ ജീവിക്കില്ല. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് മനുഷ്യരെ വണങ്ങാനോ ആരാധിക്കാനോ എനിക്കിഷ്ടമല്ല. പക്ഷേ എളിമപ്പെടാനോ വിനയപ്പെടാനോ എനിക്ക് മടിയില്ല. അദ്ദേഹത്തിന് തിരിച്ച് വെറുപ്പില്ല. എന്താ സംഭവിച്ചത്? ഹാമാൻ്റെ മനസ്സിലുണ്ടായിരുന്ന പക അവനെ നശിപ്പിച്ച്, മൊർദെഖായിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ശത്രുസ്നേഹം, മൊർദെഖായിയുടെ ഹൃദയത്തിൽ ശത്രുസ്നേഹം അവനെ ഉയർത്തി. ഇതാ ദൈവത്തിൻ്റെ ശക്തി അവരുടെ ഇടയിൽ വ്യാപരിക്കുകയാണ്. മൊർദെഖായിയെ കെട്ടിത്തൂക്കാൻ വേണ്ടി ഹാമാൻ തൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഉയർത്ത കൊലമരത്തിൽ ഹാമാനെ തന്നെ രാജകൽപ്പന പ്രകാരം തൂക്കിയിട്ട് കൊന്നുകളഞ്ഞു. എന്നിട്ട് ഹാമാൻ അലങ്കരിച്ചിരുന്ന രാജാവ് കഴിഞ്ഞ അടുത്ത സ്ഥാനം, ഉന്നത സ്ഥാനം മൊർദെഖായിക്ക് രാജാവ് എടുത്തു കൊടുക്കാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ച്. നോക്കുക, ഹൃദയത്തിൽ വലിയ പകയോടുകൂടി ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹാമാൻ അവൻ്റെ കെണികൾ തന്നെ കുടുങ്ങി നശിച്ചു. ശത്രു സ്നേഹം പരിശീലിച്ച മൊർദെഖായിയെ ദൈവം 1ാം സ്ഥാനത്തേക്ക് ഉയർത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്ര ധ്യാനം കൂടിയാലും, എത്രമാത്രം പുണ്യങ്ങൾ ചെയ്താലും ഒരു കാര്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം: എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ബാക്കി 99 വ്യക്തിയോട് നല്ല സ്നേഹമായിരിക്കാം, ബാക്കി 99 വ്യക്തിയോട് വലിയ ഇഷ്ടമായിരിക്കാം, ലോകത്തിലൊരു കാണപ്പെട്ട വിശുദ്ധ തന്നെ ആയിരിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഹൃദയത്തിൽ പക വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ആ പക നിൻ്റെ ജീവിതം സമൂലം നശിപ്പിച്ച് കളയും. ഹാമാന് ബാക്കി എല്ലാവരോടും സ്നേഹവും ബാക്കി എല്ലാ കാര്യത്തിലും മിടുക്കനുമായിരുന്നു. ഒരു വ്യക്തിയോട് പക, മൊർദെഖായിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മൊർദെഖായിയോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവനെ നശിപ്പിക്കാതെ അടങ്ങുകയില്ല. ഇതായിരുന്നു ഹാമാൻ്റെ സ്ഥിതി. അവൻ്റെ വിദ്വേഷം അവനെ നശിപ്പിച്ച് നാമാവശേഷമാക്കി. മൊർദെഖായി പരിശീലിച്ച ശത്രു സ്നേഹമോ അവനെ ഉയർത്തി ബഹുമാന്യനാക്കി മാറ്റി. ഹല്ലേലൂയ. ദാവീദ് പരിശീലിച്ച ശത്രു സ്നേഹം ദാവീദിനെ ഉയർത്തി. സാവൂള് ഹൃദയത്തിൽ സൂക്ഷിച്ച പക സാവൂളിനെ തകർത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകട്ടെ. ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് പകയുണ്ടോ? ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് കടുത്ത അമർഷമുണ്ടോ? ആ വ്യക്തി ഒരു പാഠം പഠിപ്പിക്കണം. ആ വ്യക്തി നശിപ്പിക്കാതെ ഞാൻ അടങ്ങുകയില്ല, ആ വ്യക്തിയോട് കണക്ക് ചോദിക്കാൻ ഞാൻ അടങ്ങുകയില്ല എന്ന് ചിന്തിച്ച് വർഷങ്ങളായി ഹൃദയത്തിൽ പക പുകയുന്ന ഒരു അന്തരീക്ഷത്തിലാണോ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാ ഈ രാത്രി പരിശുദ്ധാത്മാവ് തൊട്ട് പറയുകയാണ്: പക അവസാനിപ്പിക്കുക. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചു. ഇന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ മാറോട് ചേർത്ത് വെക്കാം. ദൈവമേ, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ വർഷങ്ങളായി ഹൃദയത്തിൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും കൊടിയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഓരോ ജീവിതങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. പകയുടെ ചങ്ങലകൾ മുറിഞ്ഞു വീട്ടെ,
പ്രതികാരത്തിൻ്റെ കോട്ടകൾ തകർന്നു വീട്ട കർത്താവേ. ശത്രു സ്നേഹത്തിൻ്റെ പുതിയ വെള്ളി വെളിച്ചം ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ശത്രുവിനെ സ്നേഹിക്കാൻ തക്കവിധം ഹൃദയം തുറക്കപ്പെട്ട കർത്താവേ. ഓ ദൈവമേ, ഇതാ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു, ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി സ്നേഹം അറ്റുപോയി, സ്നേഹം നഷ്ടപ്പെട്ട് കൂടപ്പിറപ്പുകളോട് വെറുപ്പോടെ ഇരിക്കുന്ന, സമൂഹാംഗങ്ങളോട് വെറുപ്പോടെ ഇരിക്കുന്ന, കുടുംബാംഗങ്ങളോട് വെറുപ്പോടെ ഇരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അരൂപികൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മകനും ഓരോ മകളും ഹൃദയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചുകൊണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി വലിയ വിടുതലനായി പ്രാർത്ഥിക്കട്ടെ. ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിക്കും. ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചു കൊണ്ടിരുന്നു. എസ്തേറിൻ്റെ മേലും മർദക്കായിയുടെ മേലും ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചുകൊണ്ടിരുന്നു. പൂർവ്വപിതാവായ ജോസഫിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചുകൊണ്ടിരുന്നു. അവരായിരുന്ന എല്ലാ കഷ്ടങ്ങളിൽ നിന്നും ഉയർത്തുന്ന ശത്രുവിൻ്റെ എല്ലാ കുതന്ത്രങ്ങളെ തകർക്കുന്ന ദൈവശക്തിയാണ് അവർക്ക് വേണ്ടി വ്യാപരിച്ചത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അത്ഭുതകരമായ ശക്തി ഓരോ ജീവിതങ്ങളുടെ മേലെ വ്യാപരിക്കട്ടെ. നാളുകളായി മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളാൽ തളരുന്ന ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവമേ, ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ. രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. പാരമ്പര്യ തിന്മകൾ വിട്ടുമാറി പോകട്ടെ. എല്ലാ തരത്തിലുള്ള മാരക വ്യാധികളും പകർച്ചവ്യാധികളും കുടുംബങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ രോഗമുള്ള മേഖലകളിലേക്ക് കരങ്ങൾ വെച്ച് യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. ഇതാ യേശു ക്രിസ്തുവിന് ശക്തി വ്യാപരിച്ച് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഉറക്കെ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ജോർജ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ ഇടവയിൽ നിന്ന് വന്നിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഭാര്യയും ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോയി 10 മാസം ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ നിന്ന്. എനിക്കാണെങ്കിൽ ചായ പോലും തിളപ്പിക്കാൻ അറിയില്ല. അങ്ങനെ ഇടയ്ക്ക് വാശിയുടെ മുകളിൽ ഞാൻ ഡൈവേഴ്സിന് കേസ് കൊടുത്തു. ഭാര്യയാണെങ്കിൽ കോടതിയിൽ ഹാജരാവണില്ല. ഭാര്യയുടെ അവർ വീട്ടുകാർ വക്കീലിനെയും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ മദ്യപാനം ഓവറായി 2 ലിറ്റർ ബ്രാൻഡിയൊക്കെ ഒരു ദിവസം കുടിക്കും. ഫുൾ ടൈം വെള്ളത്തിലാണ് ഞാൻ. അങ്ങനെ ഭക്ഷണമില്ല. അങ്ങനെ പാലയ്ക്ക ഭാഗത്തുനിന്ന് 5 ബസ് എല്ലാ മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ വരുന്നുണ്ട്. 5 ബസ് ആള്. അപ്പോൾ എൻ്റെ കടയിൽ, എൻ്റെ ബിൽഡിങ്ങിൽ ബിസിനസ് നടത്തുന്നവർ പറഞ്ഞു, ജോർജേട്ടൻ ഞങ്ങളുടെ കടയുടെ വാർഷികത്തിന് ഉണ്ടാവില്ല, തട്ടിപ്പോവും, ബ്ലഡൊക്കെ വരുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല. നേരം വെളുത്ത് 10 മണിയായിട്ട് എന്നെ കാണാണ്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും 4 പുറം നടക്കും എൻ്റെ പേര് വിളിച്ചിട്ട്, ഞാൻ ചത്തെടുക്കാൻ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അറിയാണ്ട് ജീജോ എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ലീഡർ. ജീജോനോട് പറഞ്ഞു, ജോർജേട്ടനെ എങ്ങനെയും അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ആൾ പഠിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ജീജോയ്ക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ഒരു ദിവസം രാത്രി ഇപ്പോൾ ജീജോൻ്റെ ഫോൺ, ഞാൻ ഈ ജീജോനെ കണ്ടിട്ടില്ല, ജീജോ എന്നെ കണ്ടിട്ടില്ല. ജോർജേട്ടൻ 2-3 മണിക്ക് പുലർച്ചയ്ക്ക് ബസ് വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വരും, ജോർജേട്ടൻ വരാണ്ട് പറ്റില്ല, എങ്ങനെയും പറഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് അതിനെതിരെ പറയാൻ പറ്റിയില്ല, ഞാൻ അബോധാവസ്ഥയിലാണ്. പക്ഷെ 2 മണിക്ക് ഞാൻ എൻ്റെ കാര്യം തന്നെ എനിക്ക് അതിശയമാണ്. എനിക്ക് ധ്യാനമൊക്കെ ഭയങ്കര ഇഷ്ടമായി, കണ്ടമാനം ജനം. അങ്ങനെ ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ, എൻ്റെ വിചാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ യേശു എന്നെ കാണാണ്ടിരിക്കില്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ സംഗതി എടുക്കും. അപ്പോൾ കേസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റപ്പറ്റിയായി. എനിക്കാണെങ്കിൽ അനുകൂലമായിട്ട് വിധി വരാറായി. ഭാര്യ പറഞ്ഞു, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ? ഞാൻ ഇല്ല, ഞാൻ അനാശാലയിലേക്ക് എവിടെയും പൊക്കോളാം, നിങ്ങളോട് ജീവിക്കാൻ ഞാൻ ഇല്ല.
ഞാൻ അവിടെ എന്നെ തെറ്റിപ്പിരിഞ്ഞ് പോയപ്പോൾ എൻ്റെ മക്കൾ എന്നെ വേണ്ടെന്ന് വെച്ചു, ബന്ധുക്കൾക്ക് വേണ്ടായി, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ 2 പ്രാവശ്യം ജൂലൈ ആഗസ്റ്റ് വന്നിട്ട് ഒരു അനുകൂലം ഇവിടെ. അപ്പം ഞാൻ ജീവിക്കുന്നു പറഞ്ഞു, ഞാൻ ഒരു വട്ടം കൂടി ഒരു സെപ്റ്റംബറിൽ ആദ്യത്തെ മാസം അത് വന്നിട്ട് എനിക്ക് എൻ്റെ കാര്യം നടത്തി ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ ധ്യാനത്തിന് വന്നിട്ട് ഒരുപാട് ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട്. എൻ്റെ ഇത് പ്യാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുക. അങ്ങനെ വാഴ്വ് കഴിഞ്ഞ് സേവ്യാറച്ചൻ ധ്യാനം കഴിയാൻ 1 മണിക്കൂറുള്ളോ. അപ്പോൾ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞു, ഡൈവേഴ്സിന്റെ പക്കത്തെത്തി നിൽക്കുന്ന ദമ്പതികളുടെ കാര്യത്തിൽ യേശു ഇടപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ജീജ പറഞ്ഞു, ജോറേട്ടന്റെ കേസിനോട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നോക്കി ഒക്ടോബറിലെ ധ്യാനത്തിന് ചേച്ചി അടക്കണ്ടാവും ഉറപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം എനിക്ക് ഫോൺ വന്നു ഭാര്യയുടെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ അവിടെ ഒരുമിച്ചിരിക്കാം, എനിക്കാണെങ്കിൽ വേഗം വന്നോട്ടേന്നുണ്ട്. യേശു നേരിട്ട് ഇടപെട്ടോ ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും അതിനുശേഷം ഞാൻ പിന്നെ മദ്യപാനം നിർത്തി, എല്ലാ ദുശീലങ്ങളും നിർത്തി. ഹല്ലേലൂയ. ദൈവം ഇവരെ രണ്ടുപേരെയും അത്ഭുതകരമായി ഒരുമിച്ച് ചേർത്ത്. ദൈവത്തിന് വലിയൊരു അത്ഭുതം. കരങ്ങൾ ഉയർത്തിയടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം.